മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ലക്ഷ്യമാക്കി യമനിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചതായി ഇസ്രായേൽ സൈന്യം. യമനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന എക്സിൽ മുന്നറിയിപ്പ് നൽകി. യമനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തെ തുടർന്ന് ദക്ഷിണ ഇസ്രായേലിൽ അപകട സൈറണുകൾ മുഴങ്ങിയതായി സൈന്യം പറഞ്ഞു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഭീഷണി തടയുവാൻ സജ്ജമാണെന്ന് ഇസ്രായേൽ അധികൃതർ പറഞ്ഞു. ജനങ്ങൾക്ക് അപകട സാധ്യതയെക്കുറിച്ച് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. US ഇടപെടലിനെ തുടർന്ന് ഇറാനും ഇസ്രായേലും വെടിനിർത്തലിന് തയ്യാറായതോടെ മേഖലയിലെ സംഘർഷം അവസാനിച്ചിരുന്നു. ഖത്തറിലെ വ്യോമതാവളം ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. 12 ദിവസത്തെ സംഘർഷത്തിന് ശേഷമായിരുന്നു ഈ വെടിനിർത്തൽ. സംഘർഷത്തിൽ ഇരു രാജ്യങ്ങളുമായി 1002 പേരാണ് മരിച്ചത്. ഇതിനിടെ ഇസ്രായേലിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയെന്നും എന്നാൽ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം അത് തടഞ്ഞുവെന്നുമാണ് IDF-നെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തത്. മിസൈലുകൾ വെടിവെച്ചിടുവാനുള്ള ശ്രമങ്ങൾ വിജയിച്ചതായും ആർക്കും പരിക്കുകളില്ലെന്നും IDF വ്യക്തമാക്കുന്നു. ബീർഷെബ, ഡിമോന, അറാദ് തുടങ്ങിയ തെക്കൻ ഇസ്രായേലിലെ വിവിധ പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങിയിരുന്നു. സൈറൺ മുഴങ്ങുന്നതിന് 4 മിനിറ്റ് മുൻപ് ആളുകൾക്ക് മിസൈൽ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന മൊബൈൽ സന്ദേശങ്ങളും നൽകിയിരുന്നു. ആക്രമണത്തിൽ പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൂതികൾ ഇസ്രായേലിൽ ആക്രമണം നടത്തുന്നത്. മുൻപ് നിരവധി തവണ ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചിട്ടുണ്ട്. നേരത്തെ ഇറാനുമായി ചേർന്ന ഇസ്രായേലിലെ ജഫയിലേക്ക് മിസൈലുകൾ അയച്ചതായി ഹൂതികൾ വ്യക്തമാക്കിയിരുന്നു. ഹൂതികളുടെ ആക്രമണങ്ങളിൽ കൂടുതലും തടയുവാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടെ നീതിയുക്തമായ ലോകമായിരുന്നെങ്കിൽ ഇറാന് പകരം ഇസ്രായേലിലെ ആണവ കേന്ദ്രത്തിലായിരുന്നു ആക്രമണം നടത്തേണ്ടിയിരുന്നതെന്ന് സൗദിയിലെ തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ പ്രതികരിച്ചു. ഇറാഖിനെതിരായ യുദ്ധത്തെ വിമർശിച്ച ട്രംപിന്റെ ഇരട്ട മുഖം ഇറാനിലെ ആക്രമണത്തിലൂടെ വ്യക്തമായി. അഫ്ഗാനിലും ഇറാഖിലും അനുഭവിച്ച അതേ പ്രശ്നം ഇറാനിലും നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ട്രംപ് അധികാരമൊഴിയും വരെ താൻ US സന്ദർശിക്കില്ലെന്നും ഫൈസൽ രാജാവിന്റെ മകൻ വ്യക്തമാക്കി. സൗദി ഭരണാധികാരിയായിരുന്ന ഫൈസൽ രാജകുമാരന്റെ മകനാണ് തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ. സൗദി ഇന്റലിജൻസ് വിഭാഗം മുൻ മേധാവിയും US-ലേക്കുള്ള അംബാസഡറുമായിരുന്നു. അറബ് മാധ്യമത്തിലാണ് ഇസ്രായേലിന്റെയും US-ന്റെയും ഇരട്ട നിലപാടിനെതിരെ രാജകുമാരൻ ആഞ്ഞടിച്ചത്. ഇതിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ്. നീതിയുള്ള ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ആയിരുന്നുവെങ്കിൽ ബിഡു ബോംബറുകൾ ആദ്യം ഇടേണ്ടിയിരുന്നത് ഇസ്രയേലിലെ ഡിമോണ ആണവ കേന്ദ്രത്തിലായിരുന്നു. ഇസ്രയേലിന്റെ കൈവശം ആണവ ബോംബുണ്ട്. ആണവോർജ്ജ ഏജൻസിയായി അവർ പരിശോധനയ്ക്ക് അനുവദിക്കാറില്ല. ആണവ നിർവ്യാപന ഉടമ്പടിയിൽ അവർ ഭാഗവുമല്ല. ആരും ഇസ്രായേൽ ആണവ കേന്ദ്രങ്ങൾ പരിശോധിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ അന്ത്യത്തിനു വേണ്ടി ഇറാൻ പ്രസ്താവന നടത്തിയെന്നാണ് പലരുടെയും ആക്ഷേപം. എന്നാൽ 1996 നെതന്യാഹു പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഇറാനെ ആക്രമിക്കുവാനും ഭരണം അട്ടിമറിക്കുവാനും പറയുന്ന ഇസ്രായേലിനെതിരെ US മിണ്ടുന്നില്ല. മറ്റു നേതാക്കളെ പോലെ സമാധാനത്തിനു വേണ്ടി വാദിക്കുന്ന ട്രംപ് ഇരട്ട നിലപാട് എടുക്കരുതെന്നും അദ്ദേഹം പറയുന്നു. ഇറാഖിനെതിരായ US നീക്കത്തിനെതിരെ സംസാരിച്ച ആളാണ് ട്രംപ്. അതിന്റെ പ്രത്യാഘാതങ്ങളും ട്രംപ് വിശദീകരിച്ചിരുന്നു. അത് ഇറാന്റെ കാര്യത്തിലും അനുഭവിക്കേണ്ടി വരുമെന്നും നയതന്ത്രമാണ് ശരിയായ വഴിയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഫലസ്തീൻ വിഷയത്തിൽ പോലും പാശ്ചാത്യ ലോകത്ത് അവരുടെ ഭരണാധികാരികൾക്കെതിരെ നീക്കം നടക്കുന്നത് നല്ലതാണ്. അറബ് രാജ്യങ്ങളുടെ നിലപാടാണ് അതിൽ ശരിയെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇസ്രായേലിന് US പ്രത്യേക പരിഗണന നൽകുന്നത് പ്രകടമാണ്. അതിനാൽ ഇരട്ട നിലപാട് US തുടരുന്ന കാലത്തോളം തന്റെ പിതാവ് ഫൈസൽ രാജാവിന് വഴിയാണ് താൻ സ്വീകരിക്കുക. US പ്രസിഡന്റ് ഹാരി S. ട്രൂമാൻ ഇസ്രായേലിനെ അംഗീകരിച്ചതോടെ അദ്ദേഹം അധികാരമൊഴിയും വരെ ഫൈസൽ രാജാവ് US സന്ദർശിച്ചിട്ടില്ല. ഇരട്ട നിലപാടുള്ള ട്രംപ് അധികാരമൊഴിയും വരെ താനും US സന്ദർശിക്കില്ലെന്നും തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ നിലപാട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.